ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഇപ്പോൾ നമ്മുടെ ഒരു ആഭരണം അത് കൊളുത്ത് പൊട്ടി താഴെ വീണ് സ്വർണ്ണാഭരണം വിചാരിക്കുക, അതെല്ലാം ചെതറിപ്പോയെന്ന് വിചാരിക്കുക, നമ്മളതിൻ്റെ ഓരോ തരിയും പെറുക്കി എടുക്കും എന്ന് പറഞ്ഞാൽ വചനം കിട്ടുമ്പോൾ വലിയൊരു ഒരു അഭിനിവേശത്തോടെ ആ വചനത്തെ എല്ലാം സ്വീകരിക്കുന്നത് നല്ലതാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. യേശയ്യാ പ്രവചനത്തിൽ അതിന് 30-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം ലിഖിതം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 30 വേഴ്സ് 20. ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ തുറന്നെടുക്കാവോ? യേശയ്യാ പ്രവചനത്തിൽ 30-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാം ലിഖിതം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 30 വേഴ്സ് 20. ഇപ്പോൾ സ്ക്രീനിൽ ആ വചനങ്ങൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ നോക്കിയിട്ട് ആ വചനങ്ങൾ ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഉറക്കെ ഒന്ന് വായിക്കാവുന്നതാണ്. സ്ക്രീനിൽ നോക്കി ഉറക്കെ അങ്ങ് വായിക്കാവോ? കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നര മനസ്സിരുത്തി ആ വചനം വായിക്കാവോ? എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ പാട്ട് പാടുന്ന അജയ് സഹോദരൻ, പിന്നെ നമ്മുടെ സഹോദരികൾ, അവരെല്ലാവരും കൂടെ ചേർന്ന് ഉറക്ക വായിക്കും. നിങ്ങൾക്കും അവിടെ ഇരുന്നോണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് ഉറക്ക വചനം വായിക്കാം. ഉറക്കെ ഒന്നോടെ വായിക്കാം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഇനി ഇങ്ങോട്ട് നോക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയാണ്, യേശയ്യായിലെ കർത്താവ് വെളിപ്പെടുത്തിയാണ്, കർത്താവ് നമുക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു, നിന്റെ കർത്താവ് നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. അവരൊക്കെ പറഞ്ഞു ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഈ കഷ്ടതയും ക്ലേശവും നല്ലതാണോ ചീത്തയാണോ? മിണ്ടണല്ലോ സഹോദരങ്ങളെ, കഷ്ടതയും ക്ലേശവും നല്ലതാണോ ചീത്തയാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയുന്ന മറുപടി നിങ്ങളെ നേരിട്ട് ഞാൻ കാണുന്നില്ലെങ്കിലും അതെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സംഗതി നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാകുന്നത് അതിനകത്ത് നിന്ന് ഉണ്ടാകുന്ന ഫലമനുസരിച്ചാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണം. ഇപ്പം നമുക്ക് എന്തിനെങ്കിലും വിത്ത് കിട്ടി, ആ വിത്ത് കിട്ടി നമ്മൾ എന്ത് ചെയ്തു? എന്തിനാന്നറിയത്തില്ല, ഒരു വിത്ത് കിട്ടി, നമ്മൾ അതുകൊണ്ട് കുഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ചെടിയായിട്ട് അതങ്ങ് വളർന്ന്, എന്നിട്ട് ആ ചെടി വളർന്ന് അതിൽ ഫലം ഉണ്ടായി കഴിയുമ്പോഴാണ് അതിൻ്റെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ കുരുവിനെ അത് മുളച്ച് വലുതായി അതിനൊരു പഴമായി അത് വന്നപ്പോഴാണ് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്ന് പറയുന്നത് പോലെ കർത്താവ് അനുവദിക്കുന്ന കഷ്ടതയും ക്ലേശവും നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട വളരെ നല്ലതാണ്. അത് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ കഷ്ടതയിലും ക്ലേശത്തിൽ നിന്നും മുളപൊട്ടി വരുന്ന ചില ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് ആ കഷ്ടതയും ക്ലേശവും നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാണ്, പ്രിയപ്പെട്ട ഈ കഷ്ടതകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ക്ലേശങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ചെയ്യണമെന്ന് കർത്താവ് ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് റോമാ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുലിഖിതത്തിലാണ്. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 12. റോമാ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. നമുക്ക് ചേർന്ന് ഒരുമിച്ച് ഉറക്കെ നന്നായിട്ട് അങ്ങോട്ട് വായിക്കാം. ചേർന്ന് വായിക്കാവോ? വചനം പഠിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളിൽ നമുക്ക്, നിങ്ങൾ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്നോ? വചനത്തിലേക്ക് നോക്കിയിരുന്നോ? പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. എന്താ പറയാ? ക്ലേശങ്ങളിൽ എങ്ങനെയായിരിക്കണം? സഹനശീലരായിരിക്കണം, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. അപ്പോൾ പ്രത്യാശയിൽ സന്തോഷം വേണം, പ്രാർത്ഥനയിൽ സ്ഥിരത വേണം,
പിന്നെയോ ക്ലേശങ്ങളിൽ ഉണ്ടാകേണ്ട സംഗതിയാണ് സഹനശീലരായിരിക്കുവിൻ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കി പറയാം ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. അപ്പൊ ക്ലേശങ്ങളിൽ എന്ത് വേണം? സഹനശീലരായിരിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ സഹനശീലർ ആയിരിക്കുവിൻ. ശീലം എന്ന് പറഞ്ഞാൽ എന്ത്? ശീലം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുക എന്ന് പറയുന്നത് ഒരു ശീലമാണ്. കുളിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ അനുദിനമുള്ള ഒരു സംഗതിയാണ് ശീലം എന്ന് പറയുന്നത്. കുടുംബ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലൊരു ശീലമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്ന ഒരു സംഗതിയാണ് ശീലം എന്ന് പറയുന്നത്. ഉറക്കെ പറയാം ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്ന ഒരു സംഗതിയാണ് കഷ്ടത. കഷ്ടതയിൽ സഹനശീലരായിരിക്കുവിൻ. വചനം പഠിപ്പിക്കുകയാണ്, കഷ്ടതയിൽ സഹനം ശീലമാക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പുത്രിയോട് കർത്താവ് പറയാണ്, നീ കഷ്ടതയിൽ സഹനം ശീലിക്കണം. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് യോഹന്നാന്റെ ലേഖനത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ, എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവൻ ഞാൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. യേശു നടന്ന വഴിയാണ് കുരിശിന്റെ വഴി. യേശു നടന്ന വഴിയാണ് കഷ്ടതയുടെ വഴി. യേശു നടന്ന വഴിയാണ് ക്ലേശങ്ങളുടെ വഴി. അപ്പസ്തോലന്മാർ നടന്ന വഴിയാണ് ക്ലേശത്തിന്റെ വഴി. അപ്പസ്തോലന്മാർ നടന്ന വഴിയാണ് കഷ്ടതയുടെ വഴി. അവിടെയെല്ലാം അവർ ശീലമാക്കുന്ന സംഗതിയാണ് സഹനം. ഒരു ശീലമാക്കി മാറ്റി. കൊച്ചുത്രേസ്യ നടന്ന വഴിയാണ് കഷ്ടത്തിന്റെയും ക്ലേശത്തിന്റെ വഴി. അൽഫോൻസാമ്മ നടന്ന വഴിയാണ് കഷ്ടത്തിന്റെയും ക്ലേശത്തിന്റെ വഴി. പാത്രിയപ്പയോ നടന്ന വഴി ക്ലേശത്തിന്റെയും സഹനത്തിന്റെ വഴിയാണ്. നമുക്ക് വളരെ പ്രിയപ്പെട്ട വിശുദ്ധ സെബസ്ത്യാനോസും ഗീവർഗീസും നടന്ന വഴി ക്ലേശത്തിന്റെയും സഹനത്തിന്റെയും വഴിയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ മെച്ചം എന്തായിരുന്നു? അവരുടെ ജീവിതത്തിൽ സഹനം ഒരു ശീലമാക്കി മാറ്റി. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇനി ഞാൻ പറഞ്ഞു, ഒരു കാര്യം നല്ലതാണെന്ന് തെളിയുന്നത് അതിനകത്തുനിന്ന് ഉണ്ടായി വരുന്ന ചില സംഗതികൾ കാണുമ്പോഴാണ് അത് നല്ലതാണെന്ന് നമുക്ക് തെളിയണത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഈ കഷ്ടതയ്ക്കും ക്ലേശത്തിനും ഒരു മെച്ചമുണ്ട്. എന്നാന്നറിയോ? അത് മുഴുവൻ ഫലം പുറപ്പെടുവിക്കുന്ന സംഗതിയാണ്. അതിനകത്ത് ഒരുപാട് നന്മകൾ ഉണ്ടായി വരുന്നുണ്ട്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഉദാഹരണം പറയാം. ഇപ്പൊ പശുവിനെ വളർത്തിയാൽ എന്താ മെച്ചം? ഹലോ, ഇന്ത്യയിലൊക്കെയുള്ള ജീവിയാണ് പശു എന്ന് പറയണത്. അവർക്ക് പറയാം ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ വിദേശത്തൊക്കെ ചെന്നിട്ട് അതൊക്കെ മറന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ പശുവിനെ വളർത്തി എന്താ മെച്ചമുള്ളത്? പശുവിനെ വളർത്തിയാൽ ഒന്നും നഷ്ടം വരികയില്ല. എന്ന് പറഞ്ഞാൽ പശുവിനെ വളർത്തിയാൽ അതിൻ്റെ പാല് കിട്ടും. പിന്നെയോ അതിൻ്റെ ചാണകം വളരെ നല്ലതാണ്, വളമുള്ളതാണ്. അതിൻ്റെ മൂത്രം അത് വളരെ നല്ലതാണ്. ഇനി പശുവിനെ വളർത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ മാംസം എടുക്കാൻ അനുവാദമുള്ള രാജ്യങ്ങളിൽ അങ്ങനെ ഇത് എടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ തൊലി ഉപകാരപ്രദമാണ്, കളയാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കളയാൻ ഒന്നുമില്ലാത്ത ചില സംഗതികളുണ്ട്. ഇപ്പം നെല്ല് വളർത്തുക, നെല്ല് കൃഷി ചെയ്യാൻ വെച്ചാൽ ഒന്നും കളയാനില്ല. ഇച്ചിരി 12 അത് പോട്ടെ, ബാക്കി എന്താ? ആ നെല്ലിൻ്റെ സംഗതി, അതിൻ്റെ അരി നമുക്ക് എടുക്കാം. അതിൻ്റെ കച്ചി വളരെ ഉപകാരപ്രദമായ സംഗതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, എന്ന് പറയുന്നത് പോലെ ഈ കഷ്ടതയെക്കുറിച്ചും ക്ലേശത്തെക്കുറിച്ചും ബൈബിളിൽ കിടക്കുന്നതിന് വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അതിനകത്ത് കളയാനൊന്നുമില്ല. എവറിത്തിങ് ഇസ് ഗുഡ്, എല്ലാം നല്ലതാണ്. അതെവിടെ വായിക്കേണ്ടത്? അത് നമ്മൾ വായിക്കേണ്ടത് റോമ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 4ഉം 5ഉം തിരുലിഖിതങ്ങളാണ്. ലെറ്റർ റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 4 and 5. റോമ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 4ഉം 5ഉം തിരുലിഖിതങ്ങളാണ്. ബൈബിൾ ഉള്ളവർക്ക് ബൈബിൾ തുറന്ന് എടുക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് വായിക്കാൻ വേണ്ടി പറ്റും. റോമ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 4ഉം 5ഉം തിരുലിഖിതങ്ങളാണ്. ഇപ്പം നമ്മൾ വായിച്ച റോമാലേഖനം 12-ാമത്തെ അധ്യായമാണ്. അതിനകത്ത് തന്നെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 4ഉം 5ഉം തിരുലിഖിതങ്ങൾ. റോമ ലെറ്റർ റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 4 and 5. കിട്ടിയോ? എല്ലാവരും കിട്ടിയോ? നിങ്ങൾ എടുത്ത് വരുമ്പോഴത്തേക്ക് സ്ക്രീനിലെയും എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്ക്രീനെ നോക്കി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ നല്ല പവർഫുള്ളായിട്ട് നന്നായിട്ട് അങ്ങ് വായിക്കാവോ? എന്തെന്നാൽ സഹനശീലവും ആത്മധൈര്യം പ്രത്യാശയും ഉള്ളവനാകുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ
ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അത് അതിന് ആദ്യം ഒന്നുകൂടെ വായിച്ചാൽ തലയ്ക്ക് കയറിവിട്ടു. ഇപ്പോൾ ഒരു ഒഴുക്കം മട്ടിലെ വായനയായി പോയി. അതുകൊണ്ട് നല്ല എരിപൊരിയായിട്ട് മനസ്സിരുത്തി, ഇവിടുത്തെ വായിച്ച വായനയല്ല, നിങ്ങൾ അവിടെ നിന്ന് വായിച്ച വായനയുടെ കാര്യമാണ് പറയണത്. അപ്പോൾ നന്നായിട്ട് ഉറക്കെ പവർഫുള്ളായിട്ട് ഒന്നുകൂടെ നമുക്കങ്ങോട്ട് വായിക്കാം. ഒന്നുകൂടെ സ്ക്രീനിൽ നോക്കി നന്നായിട്ട് അങ്ങ് വായിച്ചു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയും ഉള്ളവനാകുന്നു എന്നു നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. അതായത് നമുക്ക് വലിയൊരു ആഗ്രഹമാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റുന്നതാണ്. ധ്യാനം കൂടാൻ പറ്റി വരുന്ന ചിലപ്പോൾ ആൾക്കാർ പറയാണ്, അച്ഛാ എനിക്കൊരു ദൈവത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് തോന്നണില്ല, അല്ലെ പറയാണ് ദൈവത്തിന് എന്നെ ഇഷ്ടമില്ല എന്ന് തോന്നണത്, എനിക്കൊരു അനുഭവം ഉണ്ടാകുന്നില്ല, ദൈവം സ്നേഹിക്കുന്ന എനിക്ക് തോന്നൽ കിട്ടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കുറച്ച് സ്റ്റെപ്പുണ്ടേ. ഹല്ലേലൂയ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ ഈ 5ാം ക്ലാസ് 7ാം ക്ലാസ് ആ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പെട്ടെന്ന് 10ാം ക്ലാസ്സിലെത്താൻ വല്ല വകുപ്പുണ്ടോ? എന്തെങ്കിലും പെട്ടെന്ന് 10ാം ക്ലാസ്, അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് SSLC അങ്ങോട്ട് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫ്രീ ആയി. അപ്പോൾ 6 ദൈവമേ ഇനി 7, 8, 9 അതും കൂടെ പഠിച്ചാലേ 10ലെത്താൻ പറ്റും. നേരിട്ട് 10 ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ സംഗതി അത് കഴിഞ്ഞാൽ പിന്നെ വല്ല ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോകാമായിരുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കേരളത്തിന്റെ കോൺടെക്സ്റ്റ് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എത്താൻ 1, 2, 3, 4 അങ്ങനത്തെ ക്ലാസ്സുകൾ പഠിച്ച് വേണം ആ 10ാം ക്ലാസ്സിലേക്ക് എത്താൻ. നിനക്ക് ഒരു കമ്പനിയുടെ CEO ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ, അതിന് മേജർ പോസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നീ അതിന്റെ ബേസിക് ലെവൽ മുതൽ പല ലെവലിൽ കയറി വേണം നിനക്കൊരു ലെവലിലേക്ക് എത്താൻ. അല്ല, നിനക്ക് ഒരു സ്ഥാനത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നീ അതിന്റെ കോഴ്സുകൾ പലത് പഠിച്ച് വേണം ആ ലെവലിലേക്ക് എത്താൻ. എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ട മകനെ, ദൈവം നിന്നെ സ്നേഹിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിൽ നിറയുന്ന ഒരു ദൈവാനുഭവം നിന്റെ ജീവിതത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അതിനു മുമ്പ് അടുക്കി വെച്ചിരിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട് കയറാൻ വേണ്ടിയിട്ട്. ആ സ്റ്റെപ്പുകളെ വിളിക്കുന്ന പേരാണ് ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്. അതിനാണ് ഈ കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. ഈ പ്രത്യാശയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നിന്നെ കൊണ്ട് നടക്കുന്നൊരു തോന്നൽ നിനക്ക് ഉണ്ടാകണമെങ്കിൽ, ദൈവം നിന്നെ പരിപാലിക്കുന്ന ഒരു വിഷയം നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ, നിനക്കൊരു ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ഈ ബൈബിൾ വചനത്തെ പറഞ്ഞ് കുറേ സംഗതികളിൽ കടന്നു പോകണം. വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം കൂടിയിരുന്ന ബോധം ഉണ്ടായിരുന്നു. അവർക്ക് ദൈവസ്നേഹം അനുഭവിക്കാമായിരുന്നു. അവർ യേശു എന്ന് വിളിച്ചപ്പോൾ യേശു വരുന്ന അനുഭവം ഉണ്ടായിരുന്നു. കാരണം എന്താ? കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിംഹത്തിന് മുമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ദിനരാത്രങ്ങൾ പട്ടിണി കിട്ടപ്പോഴും ഇപ്പോഴ് ഭീകര പാപപ്പെട്ട മനുഷ്യരെ കൊന്നടക്കുമ്പോൾ അവർ നിന്നിരുന്നത് പോലെ അവർ നിന്ന് ഈ കഷ്ടതയിലൂടെ അവർക്ക് എന്ത് കിട്ടി? സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയും കിട്ടിയപ്പോൾ ഈ പ്രത്യാശയിലൂടെ ദൈവാനുഭവം ദൈവസ്നേഹം പരിശുദ്ധാത്മാവിലെ അവരുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടു. ഇതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ, ഈ വെബ് ലൈവിന്റെ തുടക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയാൻ ഇടവന്നത്, ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർക്കുന്നില്ലേ? ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങനെ സ്നേഹിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ഇത് എവിടെ ഇരുന്ന ദാനിയേൽ പറയുന്നതെന്നറിയാവോ? സമയം കിട്ടുമ്പോൾ ദാനിയേൽ പുസ്തകം 14-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്ക്. ദാനിയേൽ ആ കാര്യം എന്ന് പറയണത് എൻ്റെ സഹോദരങ്ങളെ മുഴുവൻ ആഡംബരങ്ങളിലെ സുഷുപ്തിയുടെ നടുവിലല്ല. പിന്നെയോ നബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് ദാനിയേലിനെ പിടിച്ച് ദിവസങ്ങളെ പട്ടണം കിട്ട സിംഹത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സിംഹത്തിന്റെ കുഴിയിൽ കിടന്നുകൊണ്ട് ദാനിയേൽ പറയുന്ന ഒരു പശ്ചാത്തലമാണ് അവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേലിനുള്ള അപ്പവും അതിനുള്ള സംഗതികളുമായിട്ട് അവനുള്ള ഭക്ഷണവുമായിട്ട്
ഭക്ഷണവുമായിട്ട് ഒരു പ്രവാചകനെ, ഹബക്കൂക്ക് എന്ന് പറഞ്ഞ പ്രവാചകനെ ദൈവം കൊണ്ടുപോയി എത്തിക്കുകയാണ്. അപ്പോൾ ദാനിയേൽ പറയുന്ന ഒരു മറുപടിയാണിത്: ദൈവമേ, അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങയെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല. കാരണം എന്താ? ദാനിയേൽ ആ സിംഹത്തിന് കുഴി കിടക്കുമ്പോ കഷ്ടത ദാനിയേലിന് സഹനശീലം ദാനിയേൽ ആത്മധൈര്യവും ദാനിയേലിന് പ്രത്യാശയും. അപ്രത്യാശ അവസാനം ആ ഹബക്കൂക്ക് പ്രവാചകന്റെ രൂപത്തിൽ ദൈവത്തിന്റെ സ്നേഹം ഭക്ഷണവുമായിട്ട് അവന്റെ മുമ്പിലേക്ക് എത്തപ്പെട്ടു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാം തന്നെ മനസ്സിലാവും. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് മനസ്സിലാകാത്ത എല്ലാ വിഷയങ്ങളും ന്യായവിധിയുടെ സമയത്ത്, അന്തിവിധിയുടെ സമയത്ത്, കർത്താൻ രണ്ടാമത്തെ ആഗമന സമയത്ത് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് കഷ്ടതയിൽ ഒന്നും നമുക്ക് കളയാനില്ല, പശുവിൽ ഒന്നും നമുക്ക് കളയാനില്ല, നെല്ലിൽ ഒന്നും കളയാനില്ല എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതയും ക്ലേശവും വരുമ്പോൾ അതിലൊന്നും കളയാനില്ല. മക്കളെ, ഒരു സംഗതി പോലും കളയാനില്ല. നോക്ക്, ഒരല്പം എണ്ണ എടുത്ത് കൈ പിടിച്ചു കഴിഞ്ഞാൽ ആ എണ്ണയുടെ ഒരല്പം പോലെ താഴേക്ക് പോകാതിരിക്കാൻ നീ മാക്സിമം എങ്ങനെ പിടിക്കും? കൈ നിറച്ച് ഒരു സാധനം തരുമ്പോൾ അത് തുളുമ്പി പോകാതെ, ചെതറി പോകാതെ എത്രയോ ശ്രദ്ധയോടെ നീ അത് കൊണ്ടു നടക്കും. എന്ന് പറയുന്നത് പോലെ കളയാൻ അല്പം പോലും ഇല്ലാത്തൊരു സംഗതിയാണ് കഷ്ടതയും ക്ലേശവും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട, സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഈസി ഗോയിങ്ങിന്റെ വഴിയല്ല. അത് ദുർഘടമായ വഴി കണ്ടുപിടിച്ച് അതിലൂടെ പോകുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഷ്ടതയും ക്ലേശം കൊണ്ടുവരുമ്പോൾ ഇതിലൂടെ സഹനശീലം കിട്ടി, അതിലൂടെ ആത്മധൈര്യം കിട്ടി, അതിലൂടെ പ്രത്യാശ കിട്ടി. ഇത് നമ്മുടെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കേണ്ട സംഗതിയാണ്. അതെവിടെ വായിക്കണേ? തെസ്സലോനിക്കാർക്ക് ലേഖനത്തിൽ 2 തെസ്സലോനിയൻസ് ചാപ്റ്റർ 1:5. 2 തെസ്സലോനിക്ക അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുലിഖിതത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ട്ബുക്കിൽ എഴുതിയിട്ടോ എന്നിട്ട് ബൈബിൾ തുറന്നെടുക്കാം. നമുക്ക് സ്ക്രീനിൽ നോക്കിക്കൊണ്ട് നമുക്ക് ചേർന്ന് ഒരുമിച്ച് ഉറക്കെ പവർഫുള്ളായിട്ട് നന്നായിട്ട് അങ്ങോട്ട് വായിക്കാം. ചേർന്ന് വായിക്കാവോ? ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ നീതിപൂർവകമായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുന്ന കാര്യമാണ് പ്രിയപ്പെട്ടത്. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടി കഷ്ടപ്പാട് സഹിക്കുന്നത്? ദൈവരാജ്യത്തിന് വേണ്ടിയാണ് കഷ്ടപ്പാട് സഹിക്കുന്നത്. എന്താ പറയാ? ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണിതല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നീ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ഥലത്തേക്ക് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നീ എത്ര മണിക്കൂർ ആ ഓഫീസിന് മുമ്പിൽ പോയി അവിടെ പോയി നമ്മൾ കൈകെട്ടി ഇന്റർവ്യൂവിന് വേണ്ടി മണിക്കൂറുകൾ കാത്തിരിക്കും. കാരണം എന്താ? ഒരു ജോലിക്ക് വേണ്ടിയാണല്ലോ ഞാൻ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ഒരു സർക്കസ് കാണാൻ പോകുമ്പോ, ഒരു സിനിമ കാണാൻ പോകുമ്പോ ഒരുപാട് തിരക്കാണ്. അപ്പൊ എന്ത് ചെയ്യാം? എന്നാൽ ഇടിയും കുത്തും ചവിട്ടിയും കൊണ്ട് അവിടെ നിൽക്കും. കാരണം എന്താ? സർക്കസ് കാണാൻ വേണ്ടിയാണല്ലോ ഞാൻ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. There is something to see. Praise the Lord. ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കാം, ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാട് സഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, കഷ്ടപ്പാടുകളും ഞെരുക്കവും ദുരിതങ്ങളും ജീവിതത്തിൽ വരുമ്പോ നിനക്കത് സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു വിത്ത് പോലും നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു വിത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടാത്തത് കൊണ്ടാണ് കഷ്ടപ്പാടുകൾ സഹിക്കാൻ ബുദ്ധിമുട്ട് വരുന്നതിന് കാരണം. Praise the Lord. എന്റെ സഹോദരങ്ങളെ,
നിരവധി കഷ്ടതകളിലൂടെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നത്. അതാണ് ദൈവരാജ്യത്തിന് വേണ്ടിയാണ് കഷ്ടപ്പാട് സഹിക്കുന്നത്. എന്നിട്ട് പറയാം, ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ നിശ്ചയത്തിന് തെളിവാണിതെല്ലാം. എന്ന് പറഞ്ഞാൽ എന്താ? ഈ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളതാണ് ദൈവത്തിന്റെ നിശ്ചയം. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, കഷ്ടതയും ക്ലേശവും നല്ലതോ ചീത്തയോ? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ കഷ്ടതയും ക്ലേശങ്ങളും വരുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം കണക്ട് ചെയ്യേണ്ടത് ദൈവരാജ്യവും സ്വർഗരാജ്യവുമായിട്ടാണ് പറയപ്പെടുന്നത്. ഇത് ദൈവത്തിന്റെ നിശ്ചയമാണിത്, ഇങ്ങനെയൊക്കെ ചെയ്യിക്കണമെന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നവരെ ദൈവം സവിശേഷമായി അഭിനന്ദിക്കുന്നതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട്. അതെവിടെ വായിക്കേണ്ടത്? 2 മക്കബായർ 7-ാമത്തെ അധ്യായം 2 Maccabees chapter 7 verse 20. 2 Maccabees chapter 7 verse 20. 2 മക്കബായർ അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ തിരുലിഖിതങ്ങളാണ്. നമുക്ക് ചേർന്ന് ഒരുമിച്ച് ഉറക്കെ അങ്ങ് വായിക്കാവോ? ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പറയാം, ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിനുള്ള പ്രത്യാശ നിമിത്തം അവൾ അത് സധൈര്യം സഹിച്ചു. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അന്ത്യോക്കസ് രാജാവ് തന്റെ 7 മക്കളെ തീയിലിട്ട് ശരീരത്തിന് തൊലി മുഴുവൻ വരിഞ്ഞെടുത്തിന് അതേപോലെ പീഡിപ്പിച്ചത് കൊല്ലുന്നത് കണ്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മച്ചി അതെല്ലാം സഹിച്ചു. കാരണം എന്താ? അവിടെ പറഞ്ഞത് എങ്ങനെയാ? അവർ കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം എന്ന് പറഞ്ഞാൽ ഈ മക്കൾ മരിച്ചാലും പുനരുദ്ധാനത്തിൽ ഇവർ കഷ്ടതയിലുള്ള കടന്നു പോകുന്ന പുനരുദ്ധാനത്തിൽ ഉദ്ധാനം ചെയ്യപ്പെടുന്നുള്ള പ്രത്യാശ നിമിത്തം അവരത് സധൈര്യം സഹിച്ചു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരങ്ങളെ, ലോകമെമ്പാടുമുള്ള അനേകം പാവപ്പെട്ട ക്രിസ്ത്യാനികളെയും അനേകം മനുഷ്യരെയും ഓരോ ഭീകരന്മാരെ ആക്രമിച്ച് കൊല്ലുമ്പോ എന്റെ സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തിനുള്ള പ്രത്യാശ നിമിത്തമാണ് അവരത് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഇങ്ങനത്തെ ഒന്നും നമുക്ക് നേരെ വരില്ല എന്നുള്ളത് ആർക്കറിയാം? അപ്പോ നിനക്ക് യേശുവിനെ നിലകൊള്ളണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഈ സ്വർഗരാജ്യത്തിന്റെ പ്രത്യാശ വരണം. അതെങ്ങനെയാ വരുന്നത്? കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും. ആത്മധൈര്യം നിനക്ക് പ്രത്യാശയും തരും. ഈ പ്രത്യാശ നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഇപ്പൊ ക്ലിയർ ആയോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മധൈര്യത്തോടെ നിന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, നീ അതിന് പ്രത്യാശ കൊണ്ട് നിറയണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് 2 സ്റ്റെപ്പ് ഉണ്ട്. കഷ്ടത ആരുടെ വരണം? സഹനശീലം വീണ്ടും വരണം. ഓർക്ക പറഞ്ഞ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശയ്യാ പ്രവചനത്തിൽ 48-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുലിഖിതത്തിൽ ബുക്ക് ഓഫ് ഐസയ്യ ചാപ്റ്റർ 48 verse 10, യേശയ്യാ പ്രവചനത്തിൽ 48-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുലിഖിതത്തിൽ കർത്താവ് വെളിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. ഒന്ന് സ്ക്രീനിൽ നോക്കി വായിക്കാം. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. വചനം പഠിപ്പിക്കുകയാണ്, കഷ്ടതയുടെ ചൂളയിലാണ് കർത്താവ് നിന്നെ ശുദ്ധീകരിച്ചത്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഷ്ടതയും ക്ലേശവും നല്ലതോ ചീത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് എപ്പോഴും നല്ലതാണ്. എന്നാൽ ഈ ലോകരാജ്യത്തെക്കുറിച്ച് മാത്രം സ്വപ്നങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശവുമാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നോക്കാം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിന് സാധനം നന്നായിട്ട് ആത്മശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മകളെ, നിന്നെ കഷ്ടത്തിലൂടെ ക്ലേശത്തിലൂടെ കടത്തി വിടുമ്പോൾ നിന്റെ ഗുരു നിന്നെ മറിഞ്ഞിരിക്കുകയല്ല, നിന്റെ ഗുരുവിനെ നിന്റെ നയനങ്ങൾ ദർശിക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിന് പുറകെ നിൽക്കുന്ന യേശുവിനെ നീ കാണണം.
ഇതിലൂടെ കടന്നു പോയാൽ സ്വർഗത്തിൽ മുഖാമുഖം കണ്ണുകൾ കൊണ്ട് നേരിട്ട് നിന്റെ കർത്താവിനെ ദർശിക്കാൻ നിനക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് കഷ്ടത നല്ലതാ, അതിൽ സഹനശീലരായിരിക്കണം. എന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും തരും. ഈ പ്രത്യാശ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയും. അങ്ങനെ ആ കഷ്ടപ്പാടുകളിലൂടെ തന്നെ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിന് വെളിപ്പെടുത്തൽ. 2 കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ വചനങ്ങൾ മുഴുവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയപ്പെടുന്നതിനായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനമാകുന്ന വിത്ത് അത് മഴ പെയ്താലേ പൊട്ടിമുളയ്ക്കുള്ളൂ. മഴയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ വചനത്തിന് മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്യപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഉറക്ക വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി, സ്വരം ഉയർത്തി, അതരം തുറന്ന് ഈ വചനമാകുന്ന വിത്തുമുഴ വരപുറപ്പെടുവിക്കുന്ന പരിശുദ്ധാത്മാവേ വാരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ. ഹല്ലേലൂയ, മാറാനാഥാ. Come, Lord Jesus.